إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ നണ്ടോ പിർസത്തിരെ വിശ്വാസിനികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലയുടെ ഓരോ കൽപ്പനകൾ, അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ ശിരസ്സാവഹിച്ച് കാത്തു സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാനും അതേ അവസ്ഥയിലായി മരിക്കുവാനും ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കുന്നുണ്ടോ, അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നോടും നിങ്ങളെല്ലാവരോടും ആദ്യമായി ഞാൻ ഉണർത്തരെ ഉപദേശിക്കരെ. റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് അത് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയായിട്ട് സിക്റുല്ലാണ്ട് ചൊല്ലുന്നത്. സിക്റുല്ലാണ്ട് ചൊന്നെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക, ദിക്റുകൾ ധാരാളമായി ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നൊക്കെയായിട്ട് അതിൻ്റെ അർത്ഥം. ഇസ്ലാമിൽ വളരെയേറെ പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടരെ, ഒരുപാട് നേട്ടങ്ങളും നന്മകളും നമുക്ക് നേടിത്തേണ്ടതായിട്ടിക്കരെ ഒന്നായിട്ടിക്കര് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കൽ, അള്ളാഹുവിൻ്റെ സ്മരണാണ്ട് ചൊല്ലുന്നത്. എല്ലാത്തും ഉപരിയായിട്ട് നമുക്കതിലൂടെ കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംതൃപ്തിയായിട്ടിക്കർ, അള്ളാഹുവിൻ്റെ സംപ്രീതിയായിട്ടിക്കർ ചെന്നെങ്കിൽ നാളെ പരലോകത്ത് സ്വർഗത്തേക്ക് അർഹരായി സ്വർഗത്തിൽ പ്രവേശിക്കരെ
മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫറായി കൊടുക്കുന്ന സംഗതി ഖുർആനിൽ അല്ലാഹു ചൊല്ലുന്നു. സ്വർഗത്തിൽ ഞങ്ങളെ തളഭാഗത്തിൽ നല്ല നല്ല പല വിധത്തിലുള്ള കാലുവകൾ, നദികൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്നതും സ്വർഗീയമായിട്ടിക്കരെ ഉദ്യാനങ്ങളിൽ ഇങ്ങനെ ആനന്ദിച്ച് കളിയുന്നതും അവിടെ വെച്ച് ശാശ്വതമായി താമസിക്കൊണ്ടുള്ള വസതിയും വാസസ്ഥലവും എല്ലാം ലഭിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല പ്രത്യേകമായി അവിടെ എടുത്തു ചൊല്ലുന്നു. എന്തിനെ? ഇതെല്ലാം പുറമെയായിട്ട് സ്വർഗസ്ഥരായ ആളുമാർക്ക് കിട്ടരുത്. അല്ലാഹു തആല എടുത്തു ചൊല്ലുന്നു, വറിദ്വാനും മിനല്ലാഹ് വറിദ്വാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അദീം. അല്ലാഹുവിൻ്റെ പ്രീതിയായിട്ടിക്കര്, അള്ളാഹുവിൻ്റെ സംതൃപ്തിയായിട്ടിക്കര്. അതിനേക്കാളും വലിയ ഒരു അനുഗ്രഹം സ്വർഗത്തിൽ വേറെയില്ല. അള്ളാഹുവിനെ കാണുകൊള്ള സൗഭാഗ്യം, അള്ളാഹുവിനെ കാണുമ്പോൾ അവിടെ മുന്നോട്ട് കിട്ടിയതായിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഒന്നുമല്ലാണ്ടാകുന്നു. അത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തി എന്ന് ചൊല്ലുന്നത്. ആ സംതൃപ്തി നാളെ പരലോകത്ത് സ്വർഗത്തിൽ അർഹരാകണക്ക് കിട്ടണമെങ്കിൽ അത് ദുന്യാവിൽ അള്ളാഹുവിൻ്റെ സംതൃപ്തി ഉണ്ടാകണം, അള്ളാഹുവിൻ്റെ സംപ്രീതി നമുക്കുണ്ടാകണം. ആ സംപ്രീതി നേടിത്തരുന്ന ഒന്നായിട്ട് ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. അത് പുറമേ ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിനെ സ്മരണായിട്ട് ചൊല്ലരുത്. അത് വലിയ ശക്തിയായിട്ടിക്കറ്, ശാരീരികമായ ശക്തി, മാനസികമായിട്ടിക്കര ശക്തി, മനസ്സിന് ശാന്തിയും സമാധാനവുമെല്ലാം തന്നെ ആ സ്മരണയിലൂടെ ദിക്റിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കറ്. ധാരാളം ഈ വിഷയത്തിൽ ആയത്തുകളും ഹദീസുകളും വന്നിട്ട് നമുക്കൊക്കെ അത് മനസ്സിലാക്കാം. അതുകൊണ്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിങ്ങൾ ധാരാളമായി, അത്യധികമായി, ചെമ്മയായി നിങ്ങൾ ദിക്ർ ചൊല്ലണം. അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഓ ഈമാനുള്ള മുഅ്മിനുകളെ, ഉസ്കുറുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ സ്മരിച്ചു കൊണ്ടിരിക്കണം. അത് ഒരിക്കലും ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും തപ്പണുകു തീരാ. ദിക്റൻ കസീറാ, ധാരാളമായി, അധികമായി, അത്യധികമായി, ചെമ്മയായി നിങ്ങൾ സ്മരിച്ചു കൊണ്ടിരിക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, രാവിലെയും വൈകുന്നേരവും സഞ്ചമുഞ്ചാനയിൽ അള്ളാഹുവിൻ്റെ ഗുണഗാനങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കണം, കൊണ്ടാടിക്കൊണ്ടിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നു. ഇവിടെ നാം ഈ ആയത്തിനെ നാം മനസ്സിലാക്കണമെന്ന്, ഇവിടെ അല്ലാഹു തആല ഇവിടെ ദിക്റിനെ പറ്റി ചൊല്ലുമ്പോൾ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്. എന്തിനെ? ദിക്റൻ കസീറാ, കസീറാ, അധികമായി, അധികമായിട്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇബാദത്തിനെ സംബന്ധിച്ചും നിങ്ങൾ അധികമായി ചെയ്യണമെന്ന് എവിടെയും ചൊന്നിട്ടില്ല. ഇല്ല. നിങ്ങൾ ചെമ്മയായി, അത്യധികമായിട്ട് നിങ്ങൾ നിസ്കരിക്കണം, കൂടുതൽ നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഖുർആനിൽ എവിടെയും കാണുക സാധ്യമല്ല. നിങ്ങൾ ചെമ്മയായിട്ട് കൂടുതലായിട്ട് നോമ്പ് പിടിക്കണമെന്നും അങ്ങനെയുള്ള ഒരു പദവും കാണുക സാധ്യമല്ല. നിങ്ങൾ ചെമ്മയായി ഹജ്ജ് ചെയ്യണം, അധികമായി ഹജ്ജ് ചെയ്യണമെന്നുള്ള വാക്കും ഖുർആനിൽ കാണുക സാധ്യമല്ല. അല്ലാഹു തആല ചെമ്മയായി, അധികമായി നിങ്ങൾ ചൊല്ലുന്നത് ഇതായിട്ടിക്കറ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയായിട്ടിക്കറ്. നോക്കണം, അതൊരിക്കലും എന്താവും തീരാ, നമ്മുടെ നാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകണ തീരാ. നാം ഈ ദുന്യാവിലേക്ക് വന്നത് അള്ളാഹുവിൻ്റെ ദിക്റിലൂടെയാണ്, അല്ലേ? ഈ ദുന്യാവിൽ നിന്നിട്ട് നമ്മൾ യാത്ര ചൊല്ലേണ്ടതും അള്ളാഹുവിൻ്റെ ദിക്റിലൂടെയായിരിക്കണം. നാം ഈ ദുന്യാവിലേക്ക് ഉമ്മാര വയറ്റിൽ നിന്നിട്ട് വരുമ്പോ അള്ളാഹുവിൻ്റെ ദിക്റാണ് നമ്മുടെ കാതിലേക്ക് കേൾപ്പിക്കപ്പെടുന്നത്, അല്ലേ? അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാങ്കിന്റെ ശബ്ദമാണ്.
തൗഹീദിന്റെ ശബ്ദമാണ്, അല്ലാഹുവിന്റെ ശബ്ദമാണ്. ചെറിയ കുഞ്ഞിന്റെ കാതിലേക്ക് കേൾപ്പിക്കരുത് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഈ ദുനിയാവിലേക്ക് വരുമ്പോ, ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോഴും അതേ ദിക്റായിരിക്കണം. ഹബീബായ റസൂൽ ചൊല്ലുറോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് വജബത് ലഹുൽ ജന്ന. ആരവസാനം മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയും കൊണ്ട് മരിക്കുകയാണെങ്കിൽ വജബത് ലഹുൽ ജന്ന, അവനക്ക് സ്വർഗ്ഗം വുജൂബായിട്ട് നിർബന്ധമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത്. നോക്കൂ, ഒരു വലിയ ഒരു സഹാബിയായിട്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ചൊല്ലുറു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഖമില്ലാണ്ട് ആ മരണശയ്യയിൽ, രോഗശയ്യയിൽ കിടക്കുന്ന സന്ദർഭം, ഞാൻ അവസാനമായി റസൂലുള്ളാഹിനെ ഞാൻ മീട്ടാവൂല, അതിന് പിന്നെ ഞാൻ മീട്ടായിട്ടില്ല. റസൂലുള്ളാഹി മരിക്കണമെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭമാണ്. ആഖിറു മാ ഫാറഖ്തു അലൈഹി റസൂലല്ലാഹ് അൻ ഖുൽതു ലഹു അയ്യുൽ അഅമാലി ഖൈറുൻ വഅഖറബു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താവുരത്തിൽ മുന്നോളം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേട്ടതായിട്ടിക്കരെ, ഞാൻ സംസാരിച്ചതായിട്ടിക്കരെ ഒരു പളക്കം എന്തിനെ നോക്കണം. ആ സഹാബി അതിനെ പിന്നെ ഞാൻ സംസാരിച്ചിട്ടില്ല. അവസാനമായിട്ട് എന്താ ഞാൻ കേട്ടത്? അൻ ഖുൽതു ലഹു അയ്യുൽ അഅമാലി ഖൈറുൻ വഅഖറബു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളിൽ ഏറ്റവും ഖൈറായത് എന്തായിട്ടിക്കറ, അല്ലാഹുവിലേക്ക് ഏറ്റവും സമീപസ്ഥമാക്കിയ അല്ലാഹുവിന്റെ മുട്ടമെത്ര അമലുകൾ ഏതായിട്ടിക്കറ. ഇതാണ്. അപ്പൊ നാം ഒരു കാര്യം മനസ്സിലാക്കണം, സഹാബത്തുണ്ട് ചൊന്നെങ്കിൽ അങ്ങ് എപ്പോഴും അങ്ങക്ക് ആഖിറത്തിന്റെ ദീനിന്റെ കാര്യമാണ് അങ്ങക്ക് ഏറ്റവും പ്രധാനമായത്. ഈ അവസാന സമയത്തും അയാൾ കേൾക്കുന്നത് എന്താണ്? ആ സഹാബി മുആദ് ഇബ്നു ജബൽ അല്ലാഹു തആലയിലേക്ക് മുട്ടെത്തിക്കരുതായിട്ടിക്കരെ, അല്ലാഹുവിന്റെ അടുക്കൽ സമീപസ്ഥമാക്കരെ അമലുകൾ ഏതാണ് നബിയെ എന്ന് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്, അൻത മൂത വലിസാനുക റത്ബും മിൻ സിക്രില്ലാഹ്. അൻത മൂത, നീ മരിക്കലാണ്, വലിസാനുക റത്ബും മിൻ സിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നിന്റെ നാവ് പച്ചയായിരിക്കണം, വെറ്റായിരിക്കണം, ഡ്രൈ ആവണക്ക് തീരാണ്ട്. നാം പളക്ക പറഞ്ഞോടിക്കുമ്പോൾ നാവ് എന്താവില്ല, ഡ്രൈ ആവില്ല, വെറ്റാവും. എന്നെങ്കിൽ ഇവിടെ അല്ലാഹുവിന്റെ ദിക്ർ നീ ചൊല്ലിക്കൊണ്ടിരിക്കണം അവസാന നിമിഷം വരെ. അത് നിന്റെ നാവിൽ നിന്ന് തപ്പണുകു തീര, നിന്റെ നാവ് വെറ്റായിരിക്കണം, തേവ കൊണ്ടിരിക്കണം അല്ലാഹുവിന്റെ ദിക്റിലൂടെ. അല്ലാഹുവിന്റെ ദിക്ർ ഇങ്ങനെ ചൊല്ലി 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 മരിക്കുക, അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. അത് കായിട്ടിക്കറ് ഹുസ്നുൽ ഖാത്തിമാട്ട് ചൊല്ലരുത് അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ആവശ്യപ്പെട്ടതാണ്, തവഫനി വഅൻത റാളിൻ അന്നി ഗൈരി ഗദ്ബാൻ. അല്ലാഹുവേ, നീ എന്നെ മരിപ്പാട്ടേണ്ടത് നന്നോട് തൃപ്തിയുള്ള അവസ്ഥയിലായിരിക്കണം, നന്നോട് നീ ദേഷ്യമുള്ള കോപമുള്ള അവസ്ഥയിലായി പോകരുത് അല്ലാ. ഇങ്ങനെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് നാം. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സിക്ർ ചൊല്ലിയും കൊണ്ടുള്ള മരണം അത് നല്ല മരണമാണ്, ഹുസ്നുൽ ഖാത്തിമയാണ്. സലഫുസ് സാലിഹീങ്ങളുടെ മരണത്തെ സംബന്ധിച്ച് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. സലഫുസ് സാലിഹീങ്ങളായ ആളുമാർ മരിക്കുമ്പോ ഞങ്ങളെ റൂമുകളിൽ പോയി ഞങ്ങളെ സന്ദർശിക്കരുതായിരിക്കുന്ന പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ നമുക്ക് ചൊന്നുതണ്ട്. ആ സലഫുസാലിഹികളായ ആളുകൾ മരിക്കുന്ന ആ സന്ദർഭത്തിൽ അവിടെ ആ റൂമിലെ ഉൾക, അങ്ങ് കിടന്നതായിരിക്കുന്ന റൂമിലെ ഉൾക തേനീച്ച മോളുടെ ഒരു ശബ്ദം അവിടെ നിന്ന് കേൾക്കാമായിരുന്നു. തേനീച്ച ഉണ്ടല്ലേ, അതിൽ ആ മോളുടെ ഒരു ശബ്ദം നിങ്ങൾ നോക്കൂ. ജേനുനോണത്തിന്റെ ശബ്ദമുണ്ടല്ലേ, ആ ശബ്ദം അതുപോലെ ഒരു ശബ്ദം കേൾക്കുമായിരുന്നു. അതെന്തിനത്? അങ്ങ് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ശബ്ദമാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റിന്റെ വിഷയം വരുമ്പോ ദാകിരീനല്ലാഹ കസീറൻ വസ്സാകിറാത്ത് അല്ലേ, ഖുർആനിൽ അല്ലാഹു തആല പുരുഷന്മാരെയും സ്ത്രീകളോടും വേറെ വേറെയായിട്ട് ഈ കാര്യം ചൊന്നുറു.
വേറെ വേറെയായിട്ട് ചൊന്നുറു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാതി വൽ ഖാശിഈന വൽ ഖാശിആതി والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. എന്തിനല്ലാഹു ചൊല്ലരുത്? മുസ്ലിമീങ്ങളായ ആണുങ്ങൾ, മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ, സത്യവിശ്വാസികളായ മുഅ്മിനുകളായ ആണുങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ, ആജ്ഞാപാലകരായിട്ടിക്കര സ്ത്രീകളും പുരുഷന്മാരും, സത്യസന്ധരായ സ്ത്രീകളും പുരുഷന്മാരും, സബൂറുള്ള സഹനശീലരായ പുരുഷന്മാരും സ്ത്രീകളും, വിനമ്രരായ പുരുഷന്മാരും സ്ത്രീകളും, ദാനശീലരായ പുരുഷന്മാരും സ്ത്രീകളും, നോമ്പ് പിടിക്കരുതായിട്ടിക്കര ഉപവാസം ആചരിക്കര പുരുഷന്മാരും സ്ത്രീകളും, അങ്ങനെ ശർംഗാഹുകൾ, ഗുപ്താംഗങ്ങൾ, ആ ലൈംഗികമായ അവയവങ്ങൾ കാത്തു സൂക്ഷിക്കര സ്ത്രീകളും പുരുഷന്മാരും. എന്നിട്ട് അവസാനം അള്ളാഹു ചൊല്ലരുത്, അവസാനത്തെ 10ാമത്തെ ഗുണമായി അവിടെ അള്ളാഹു എടുത്തു ചൊല്ലരുത് എന്തിരെ? അള്ളാഹുവിനെ ധാരാളമായി, ചെമ്മയായി, അധികമായി, അത്യധികമായി സ്മരിച്ചു കൊണ്ടിക്കരെ സ്ത്രീകളും പുരുഷന്മാരും. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാമാണ് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്? നാളെ പരലോകത്തെ പാപമോചനമാണ്, പാപമുക്തിയാണ്, മഹത്തായ പ്രതിഫലമാണ് അല്ലാഹു ഈ പറയപ്പെട്ടവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. പിടിയത്തല്ലേ, ധാരാളമായി അല്ലാഹുവിനെ ഓർക്കണം. വെള്ളിയാഴ്ച ദിവസം ഖൈറുൽ അയ്യാം, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ദിവസം ജുമാ ദിവസമാണ്. ഈ ജുമാ ദിവസത്തെ പറ്റി റസൂലുള്ള ചൊല്ലുന്നത്, ഈ ജുമാ ദിവസം എൻ്റെ ഉമ്മത്തുക്ക്, എനിക്കും എൻ്റെ ഉമ്മത്തുക്കും കിട്ടിയ സൗഭാഗ്യമായിട്ട് കയറിയിട്ടാണ്. കാരണം ഈ ജുമാ ദിവസത്തെ അല്ലാഹു തആല ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും നീട്ടിക്കൊടുത്തു. ഒരു വാരത്തിൽ ആചരിക്കൊണ്ടുള്ള ഒരു ദിവസം. ജൂതന്മാർ ചെന്നാറ് ഞങ്ങൾക്ക് വേണ്ടത് അങ്ങ് പിന്നെ സബത്ത് സാറ്റർഡേയാണ് അങ്ങ് തിരഞ്ഞെടുത്തത്, ശനിവാറയാണ് അങ്ങ് തിരഞ്ഞെടുത്തത് ജൂതന്മാർ. ക്രിസ്ത്യാനികളുടെ വെള്ളിയാഴ്ച ദിവസം ഒരു വാരത്തിൽ ആചരിക്കറോ, വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് വേണ്ടാണ്ട് ക്രിസ്ത്യാനികൾ ചെന്നാറ്. അങ്ങനെ അങ്ങ് തിരഞ്ഞെടുത്തത് പിന്നെ ഇത്തവാർ, രവിവാർ, ഭാനുവാര, സൺഡേ ആണ് അങ്ങ് തിരഞ്ഞെടുത്തത് ക്രിസ്ത്യാനികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിക്ക് വെള്ളിയാഴ്ച ദിവസമാണ് തന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുറോ, ഈ ഉമ്മത്ത് അവസാനത്തെ ഉമ്മത്താണെങ്കിലും നാളെ പരലോകത്ത് ആദ്യത്തെ ഉമ്മത്താകുന്നു. അതായത് ആദ്യത്തെ ഉമ്മത്ത് കൊണ്ട് ചെന്നെങ്കിൽ എല്ലാ വിഷയത്തിലും ആദ്യത്തെ മുൻഗണന ഈ ഉമ്മത്തുകായിട്ടിക്കറ്. കാരണം എന്തേ? ഈ ഉമ്മത്തിക്ക് വെള്ളിയാഴ്ച കിട്ടിത്ത് എന്നതുകൊണ്ടാണ്. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. അപ്പൊ വെള്ളിയാഴ്ച കിട്ടിയത് കൊണ്ട് ഞങ്ങൾ നാളെ ഞങ്ങൾ അവസാനത്തെ ഉമ്മത്തുകൾ ദുനിയാവിലാണെങ്കിലും അൽ അവ്വലൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യത്തെ ഉമ്മത്തുകളായിട്ടിക്കറാം. ആദ്യത്തെ ഉമ്മത്തുകൾ ചെന്നെങ്കിൽ അതേ ഇസ്രാഫീലിന്റെ 2ാമത്തെ ഊത്ത് കഴിഞ്ഞാൽ മഹ്ശറിലേക്ക് ആദ്യം പോകുന്നവർ നമ്മളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളാണ്. എന്നിട്ട് അവിടെ വിചാരണ നടക്കുമ്പോൾ ആദ്യമായി വിചാരണ നടത്തുന്നത് ഈ ഉമ്മത്തിനെയാണ്. ഈ ഉമ്മത്തിനെ വിചാരണ കഴിഞ്ഞതിന് പിന്നെയാണ് മറ്റുള്ള ഉമ്മത്തുകളെ വിചാരണ നടത്തുന്നത്. എന്നിട്ട് ഹൗദുൽ കൗസർ എന്ന ആ ദാഹജലം അല്ലാഹുവിന്റെ റസൂൽ നൽകരുത് ആദ്യമായി ഈ ഉമ്മത്തുകൾക്കാണ് ഹൗദുൽ കൗസറിന്റെ ആ ദാഹജലം കുടിക്കൊണ്ടുള്ള സൗഭാഗ്യം കിട്ടുന്നത്.
എന്നിട്ട് സ്വർഗത്തിൽ പോകേണ്ട ആളുമാർ സ്വർഗത്തിലേക്ക് പോകരുതും ഈ ഉമ്മത്താണ് ആദ്യമായി സ്വർഗത്തിലേക്ക് പോകരുത്. ഈ ഉമ്മത്തിന്റെ നേതാവായ ലോകഗുരുവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്വർഗത്തിന്റെ താക്കോല്. അവരുടെ കയ്യിലാണ്. സ്വർഗത്തിനെ തുറക്കരുത് പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ഈ ജുമാ ദിവസം പരിശുദ്ധ ഖുർആനിൽ കാണാം, ജുമാ ദിവസം കഴിഞ്ഞാൽ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹി വസ്കുറുല്ലാഹ കസീറാ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ജുമാ ദിവസത്തെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്തശിറു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കൂ. നിങ്ങളുടെ ഉപജീവന മാർഗം നിങ്ങൾ തേടൂ. നിങ്ങളുടെ ജീവന ആധാരത്തിന്റെ കാര്യം തേടുന്നതായിട്ട് ആ ചട്ടുവട്ടികകളിൽ നിങ്ങൾ ഏർപ്പെടൂ. പക്ഷേ വസ്കുറുല്ലാഹ കസീറാ, അവിടെ നിങ്ങൾ എന്തിനു വേണം? അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കണം. ഒരിക്കലും മറന്നു പോകണ കുത്തിയറാണ്ട് അള്ളാഹുവിടെ ചൊല്ലുറും. ഇനി ഹജ്ജിന്റെ സന്ദർഭം, ഹജ്ജ് കഴിഞ്ഞാൽ അവിടെ എന്തിനു വേണം? ജാഹിലിയ കാലത്തെ ഹജ്ജ്, ജാഹിലിയ കാലഘട്ടത്തിലും അറബ് മുശ്രിക്കുകളൊക്കെ ഹജ്ജ് ചെയ്തിരുന്നു, ഉംറ ചെയ്തിരുന്നു. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യമാണ് എന്ന നിലക്കാണ്, ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം തന്നെയാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഹജ്ജുമായി ഉംറയുമായി ഇവരുടെ ഹജ്ജിനൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. മുശ്രിക്കുകളുടെ ഹജ്ജിന് അത് വേറെ കാര്യമാണ്. ഒരുപാട് ബിദ്അത്തുകളും ഒരുപാട് ശിർക്കുകളും അവരുടെ ഹജ്ജ് ഉംറയിൽ അവർ കലർത്തിയിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ വന്നു, പരിശുദ്ധ ഇസ്ലാം വന്നു, ഹജ്ജിലും ഉംറയിലും പൂർണ്ണമായ സംസ്കരണവും പരിഷ്കരണവും കൊണ്ടുവന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവരുടെ ആ ജാഹിലിയ കാലത്തിലെ ഹജ്ജിലെ അവരുടെ ഒരു സ്വഭാവമായിരുന്നു, ഹജ്ജ് കഴിഞ്ഞാൽ അങ്ങ് മിനായിലും മുസ്ദലിഫയിലും അറഫയിലും ഒക്കെ കൂടിയിട്ട് അങ്ങനെ എന്താക്കും, ഒരു ഒരു നടത്തും, ഒരു പരിപാടി നടത്തും. ചെന്നെങ്കിൽ അതിലൊക്കെ അവരുടെ അബ്ബന്മാരെ, അതേപോലെ തന്നെ അവരുടെ പൂർവജന്മാരെ ഇങ്ങനെ പേറ് ചെന്നവരിങ്ങനെ ഓർക്കും. നിന്റെ അബ്ബ ഇന്നാളായിട്ടുണ്ട്, നിന്റെ അയാൾ അബ്ബ ഇന്നാളായിട്ടുണ്ട്, നിന്റെ താത്ത മുത്താത്തനിക്ക് വന്ന് ആനയിത്തുണ്ട് നമ്മൾ ചൊല്ലൂല്ലേ. അതുമാതിരി ഇങ്ങനെ അബ്ബന്മാരെ പോരിശി ഇങ്ങനെ ചെന്നുകൊണ്ടിരുന്നാറ്. ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ അവരുടെ ആ ദുസ്വഭാവത്തെ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ അല്ലാഹു തആല ആയത്ത് അവതരിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 200-ാമത്തെ ആയത്ത്, ഫൈദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും വശദ്ദ ദിക്റാ. മനുഷ്യരെ, നിങ്ങളുടെ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹനെയാണ് ഓർക്കേണ്ടത്. നിങ്ങളെ പൂർവജന്മാരെ ഓർത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? അല്ലാഹുവിനെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഏതുപോലെ? നിങ്ങളുടെ അബ്ബന്മാരെ, നിങ്ങളുടെ പൂർവികന്മാരെ നിങ്ങൾ ഓർക്കുന്നത് പോലെ നിങ്ങൾ അല്ലാഹനെയാണ് ഓർക്കേണ്ടത്. തീർന്നില്ല, ഔ അശദ്ദ ദിക്റാ, അതിനേക്കാളും ചെമ്മയായി, അത്യധികമായി നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം ട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത് നാളെ പരലോകത്ത് മാത്രമല്ല അതിന്റെ ഗുണമുള്ളത്, ഈ ലോകത്തും ഈ ദുനിയാവിലും നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൂടെ അല്ലാഹുവിന്റെ സ്മരണയിലൂടെ നോക്കി എന്തെല്ലാം ഗുണങ്ങളാണ്. ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ, ടെൻഷനുകൾ, സ്ട്രെസ്സുകൾ, ഡിപ്രഷനുകൾ എന്തെല്ലാമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിനെ വലയം ചെയ്യുന്നത് അല്ലേ? കടങ്ങൾ, എത്രയോ ആളുകൾ ഇങ്ങനെയുള്ള മാനസികമായിട്ട് സംഘർഷമുണ്ടാകുമ്പോ അങ്ങ് അഭയം പ്രാപിക്കരുത്. എവിടെയാണ്? ആത്മഹത്യയിലാണ് അല്ലേ? ഇന്നും ഇന്നയിലൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കാം. നമ്മുടെ ഈ മംഗലാപുരത്തിന് ആത്മഹത്യ ചെയ്തത് സാലബാധ, കടം കൊണ്ട് അല്ലേ? ഒന്നോ ആത്മഹത്യയിലായിരിക്കും അവരുടെ ജീവൻ അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിലോ എന്തെങ്കിലും അമല് പദാർത്ഥങ്ങൾ, മാദകമായ ദ്രവ്യങ്ങൾ, അമല് പദാർത്ഥങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചു കൊണ്ടാണ് അവരുടെ സംഘർഷങ്ങൾ വാസ്തവത്തിൽ അവരുടെ സംഘർഷങ്ങൾ അതുമൂലം ഇല്ലാണ്ടാകുമോ? പ്രിയമുള്ളവരെ, വേറെ ചില ആളുമാർ എവിടെയുണ്ട്? മരിച്ച ആളുമാർ, ശ്മശാനങ്ങൾ എവിടെയുണ്ട്? സമാധികൾ എവിടെയുണ്ട്? ജാറങ്ങൾ എവിടെയുണ്ട് എന്ന് പറഞ്ഞു അത് തേടി നടക്കുന്നവരാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ട് നിങ്ങൾ നോക്കൂ. മാനസികമായ സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനെ വേണുണ്ട്? ഹബീബായ റസൂൽ നമുക്ക് പടിപാടി തന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ കാണാം, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മസ്ജിദ ദാത യൗം. ഒരു നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഇങ്ങനെ കടക്കരുത്, മസ്ജിദിന്റെ ഭവിയിലേക്ക്.
അങ്ങനെ കടക്കുമ്പോ ഫൈദാ ഹുവ ബിറജുലിൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി അബൂ ഉമാമ ആയിട്ടിക്കറിയ. ആ സഹാബിയുടെ പേര് നല്ലപോലെ മനസ്സിലാക്കണം. അബൂ ഉമാമയുടെ പേരായ അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി അവിടെയുണ്ട്. അയാൾ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ധരിച്ചിട്ട് എന്തോ ചിന്തയിലാണ്, പള്ളിയിലെ ഉൾഗ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയുടെ കേക്കറ്, യാ അബൂ ഉമാമ മാ ലിയറാക ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖ്തി സലാത്ത്. ഏ അബൂ ഉമാമ, ഇതെന്താ ഇത്ര വേഗം നീ പള്ളിയിലേക്ക് വന്നത്? നിസ്കാരത്തിന്റെ സമയമൊന്നും ആയിട്ടില്ലല്ലേ, ഇത്ര വേഗം വന്നിട്ട് നീ പള്ളിയിൽ വന്നത് ഈ കൊണ്ടുള്ള കാരണം എന്താണ്? ആ സമയത്ത് അയാൾ ചൊല്ലുറു, ആ സഹാബി ചൊല്ലുറു, ഹുമൂമുൻ ലസിമത്തിനി വദുയൂനുൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ എന്നെ ബാധിച്ചു, ഒരുപാട് പിരിമുറുക്കങ്ങൾ, ഒരുപാട് ടെൻഷനുകൾ, ഡിപ്രഷനുകൾ എന്നെ ബാധിച്ചത്. അങ്ങനെ വന്നിട്ട് ഞാൻ പള്ളിയിലിരുന്നത്. നോക്കൂ സഹാബത്തിന്റെ മാതൃക. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഒരുപാട് കടങ്ങളുണ്ട് നബിയെ, എനിക്ക് കടങ്ങൾ, ചെമ്മ കടങ്ങൾ നക്ക് വീട്ടിൽ കൊണ്ടു. അങ്ങനെ വന്നിട്ടാണ് ഞാനിവിടെ പള്ളിയിൽ ഇരിക്കുന്നത്, ഞാനിങ്ങനെ ചിന്താമഗ്നനായിരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുറോ, അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ അൻത ഖുൽതഹു. യാ അബൂ ഉമാമ, ഞാൻ നിനക്ക് ഒരു അറിവ്, ഒരു ഇൽമ്, ഒരു സംസാരം, ഒരു പളക്കം ഞാൻ നിനക്ക് ചൊന്നു തരട്ടെ. അത് നീ പതിവാക്കിയാൽ, മനസ്സിലാക്കണം, അത് നീ പതിവാക്കിയാൽ അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക, അല്ലാഹു തആല നിന്റെ മാനസികമായിട്ടിക്കരെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ സംഘർഷങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരും. നിനക്ക് മാനസികമായി എന്തെല്ലാം പ്രശ്നമുണ്ട്, അല്ലാഹുവിന്റെ റസൂലാണ് ജീവിതത്തിൽ തമാശക്ക് പോലും കളവ് പറയാത്ത ഹബീബായ റസൂൽ ചൊല്ലുന്നത്, നിനക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, പരിഭവങ്ങളുണ്ടോ, ഡിപ്രഷനുകളുണ്ടോ, എല്ലാം അല്ലാഹു തആല ദൂരീകരിച്ചു തരും. വഖളാ ദൈനക, നിനക്ക് എന്തെല്ലാം കടമുണ്ടോ, ആർക്കെല്ലാം നിനക്ക് കടം വീട്ടണുണ്ടോ, ആ കടമെല്ലാം അല്ലാഹു തആല നിനക്ക് വീട്ടി തരും. ആ പളക്ക നീ ചൊന്നെങ്കിൽ. എന്തൊരു ചൊന്തു സഹാബി വേഗ ഖുൽതു യാ റസൂലല്ലാഹ് ബലാ ബലാ, ചൊന്നു തരൂ നബിയെ, ചൊന്നു തരൂ എന്ന് ആ സഹാബി ചൊന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു കൊടുക്കറേ, ഇദാ അസ്ബഹത വഇദാ അംസൈത ഖുൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. അല്ലാഹുവിന്റെ റസൂൽ ചെന്നു കൊടുക്കരുത്, അതെ അല്ലാഹുമ്മോ അല്ലാഹു പഠിച്ചവനെ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവലിനെ തേടി റബ്ബേ, മിനൽ ഹമ്മി വൽ ഹുസ്നി, എൻ്റെ മനസ്സിനെ ബാധിച്ച എല്ലാ കഷ്ട സംകഷ്ടങ്ങൾ, എല്ലാ ദുഃഖങ്ങൾ, എല്ലാ ബേജാറുകൾ, എല്ലാ സംഘർഷങ്ങൾ, എല്ലാ പരിഭവങ്ങൾ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി, കഴിവില്ലാതെ വളരെ ഇനാക്റ്റീവ് ആയി പോകുന്ന ഒരവസ്ഥ, ആക്റ്റീവ് അല്ല ഇനാക്റ്റീവ് ആയി പോകുന്ന ഒരവസ്ഥ. വൽ കസ്ൽ, ഉദാസീനത, എന്ത് പണിയെടുക്കണക്ക് മനസ്സില്ല, ഒന്നും താല്പര്യമില്ല. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, പേടി, ഭയം, ഭീരുത്വം, അതേപോലെ ലുബ്ദ്, പിശുക്ക്, ജിപുണത്തെ, ഇതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹരി റിജാൽ, ചെമ്മ കടങ്ങളുണ്ട്, ആ കടങ്ങളെല്ലാം നീ വീട്ടി തരണം. അത്തരത്തിലുള്ള കടങ്ങൾ എനിക്ക് ഉണ്ടാകണു തീരാ, അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയ ദുആയാണ്. പ്രിയമുള്ളവരെ, തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം, എൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും. എന്നിട്ട് എന്തായിട്ട് ഈ സഹാബി ചൊല്ലുറോ, മഹാനായ അബൂ ഉമാമ ചൊല്ലുറോ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയതായിട്ടിക്കരെ ആ ദുആ ഉണ്ടല്ലേ, ആ പളക്കമുണ്ടല്ലേ, ഞാനതിനെ പതിവാക്കി ആദത്താക്കി, നിത്യമാക്കി ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടന്ന്. ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മി, കുറച്ച് നാൾ കഴിയുമ്പോ എൻ്റെ മനസ്സിൻ്റെ എല്ലാ പ്രയാസങ്ങളും സംഘർഷങ്ങളും നീങ്ങിപ്പോയി. വഖളാ അന്നീ ദൈനി, എൻ്റെ കടങ്ങളെല്ലാം എനിക്ക് വീട്ടാൻ കഴിഞ്ഞു, എല്ലാം അല്ലാഹു തആല സഹായിച്ചു. ഇതാണ് പ്രിയമുള്ളവർ, അല്ലാഹുവിൻ്റെ ദിക്റിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടമാണ്.
എന്നല്ലാതെ പ്രിയമുള്ളവരെ, മനസ്സിന് സംഘർഷമുണ്ടാകുമ്പോ ഏതെങ്കിലും ജാറങ്ങളിലോ ഏതെങ്കിലും സമാധി സ്ഥലങ്ങളിലോ പോയത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവൂല. നമ്മുടെ സംഘർഷങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്നിട്ട് അകറ്റാനാണ് ശൈത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് നമുക്ക് ഇത് കാണാൻ സാധിക്കും. പിശാച് ഉദ്ദേശിക്കുന്നതാണ് അള്ളാന്റെ ദിക്റിൽ നിന്ന് അള്ളാന്റെ സ്മരണയിൽ നിന്നിട്ട് അകറ്റലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്ക് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്കാണ് പോകുന്നത്. എത്രയോ ആളുകൾ നമുക്ക് കാണാം, ആ സലഫികൾ ചെന്നെന്തിര്, അങ്ങക്ക് എന്തിര് ദുആ, അങ്ങക്ക് എന്തിര് സലാത്ത്, അങ്ങക്ക് എന്തിര് സിയാറത്ത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഞങ്ങൾ ഇത്തരത്തിലുള്ള പള്ളികൾ ഉണ്ടാക്കരുത്, ഇത്തരത്തിലുള്ള മിമ്പറുകൾ നമ്മൾ സ്ഥാപിക്കരുത്, അവിടെ വെച്ച് ജനങ്ങൾക്ക് പിടിയാവുന്ന നിലക്ക് സംസാരിക്കരുത്, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കരുത്, ജനങ്ങൾ തേറുതപ്പാതിരിക്കുക വേണ്ടിയായിട്ട് കയറാം. നമുക്ക് ഖബർ സിയാറത്തെല്ലാം ഉണ്ട്. നമ്മുടെ ഉമ്മാന്റെ ഖബർ സിയാറത്ത്, വാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബർ സിയാറത്ത്, മക്കളാരെങ്കിലും ബന്ധപ്പെട്ടവരാരെങ്കിലും ഒക്കെ സുന്നത്താണ്. പക്ഷെ നമ്മൾ പറയും, അങ്ങളെ വിട്ടിട്ട് നീ മടവൂരിലേക്ക് നീ പോകണ്ട, അത് പാടില്ല. അങ്ങളെ വിട്ടിട്ട് നീ അജ്മീറിലേക്ക് പോകണ്ട, അങ്ങളെ വിട്ടിട്ട് നീ നാഗൂറിലേക്കോ അതുപോലെ മുത്തുപേട്ടയിലേക്കോ വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല. കാരണം ജനങ്ങൾ തെറുത്തപ്പാതിരിക്കുന്നതിന് വേണ്ടി ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഒരു പഠിപ്പാട്ടുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പള്ളികൾ നമ്മൾ സ്ഥാപിക്കരുത്. ഇത്തരത്തിലുള്ള മിമ്പറുകളിൽ നാം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലക്ക് ജനങ്ങളെ തെറിപ്പാട്ടി കൊടുക്കരുത്. എവിടെ ജനങ്ങൾ തെറുതപ്പുറോ അവിടെ ഉണർത്തുപാട്ടായിട്ടാണ് ഈ സലഫികൾ ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്ത് ഒരാളിനൊക്കെ ഒരു വീഡിയോ അയച്ചു തന്നത്, ഒരു ഉസ്താദിന്റെ രൂപത്തിലുള്ള ഒരു മനുഷ്യൻ, മനസ്സിലാക്കണം, ഒരു സ്റ്റേജിൽ കുറെ ആളുമാരുടെ ഇടയിൽ വെച്ചിട്ട് അയാൾ ചൊല്ലുന്ന ഒരു പളക്ക, അവിടെ ഉറൂസുകൊണ്ട് ചൊല്ലുന്ന ഒരു സംഗതിയില്ല. അയാൾ ചൊല്ലുന്നത് നാഗൂറിലെ ആ ശൈഖിന്റെ പേരിൽ ഓർമ്മ നിലനിർത്തുമ്പോൾ ഞങ്ങൾക്ക് ഈ പള്ളിയിൽ ഒരു ഉറൂസ് ആക്കണം. ഉറൂസ് അതുവരെ ഇല്ല, അപ്പോൾ വേണ്ട ഉറൂസ് ആക്കണം ഇന്ന മാസത്തിൽ ഇത്രാമത്തെ തീയതിയിൽ. എന്നിട്ട് അയാൾ ചൊല്ലുന്നത് അതുള്ള കാരണം എന്തിനെ? നമ്മൾ ഈ റായത്ത് ചെമ്മ ബലാലുകളുണ്ട്, മുസീബത്തുകളുണ്ട്, ചെമ്മ രോഗങ്ങൾ കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടറ്. നമുക്ക് മഹാന്മാരിലേക്ക് മടങ്ങലല്ലാതെ നിവൃത്തിയില്ല, നിർവാഹമില്ല. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ മനസ്സിലാക്കുന്ന ഞാൻ ചൊല്ലുന്നത്, അബൂജഹൽ പോലും ചൊല്ലുന്നത് ധൈര്യപ്പെടാത്ത പഴക്കമാണത്. അബൂലഹബ് പോലും ഈമാനുള്ള ഒരു മനുഷ്യൻ അങ്ങനത്തെ പഴക്കം അവന്റെ ബായിൽ വരൂല. മഹാന്മാർ എന്തായിരുന്നു? മഹാന്മാരുടെ അവസ്ഥ ഖുർആൻ നോക്കിയാൽ കാണാം. സൂറത്തു തൗബയിൽ സഹാബത്തിനേക്കാൾ വലിയ മഹാന്മാർ ഇവിടെ ആയിരിക്കാറ്. ആ സഹാബത്ത് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് 2-3 സഹാബത്തുകൾ വലിയ പ്രതിസന്ധി ഘട്ടമുണ്ടായി, ചെറിയൊരു ഉദാസീനമുണ്ടായി യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ. പിടിയത്തില്ലേ? അങ്ങോ അവസാനം ഖുർആൻ തന്നെ ചൊല്ലുറു, വിശാലമായി കിടക്കുന്ന ഭൂമി ഞങ്ങൾക്ക് ഇടുങ്ങിയതായി ഇക്കട്ടായി തോന്നി, മനസ്സിക്കട്ടായി തോന്നി. അങ്ങോ ഉറപ്പിച്ചാർ അല്ല ചൊല്ലുന്നത്, ഇനി അള്ളാഹുലേക്ക് അഭയം പ്രാപിക്കലല്ലാതെ വേറെ രക്ഷാമാർഗമില്ല എന്ന് അങ്ങ് ഉറപ്പിച്ചാർ അള്ളാഹുലേക്ക് മുൾപ്പെട്ട് അള്ളാഹിലേക്ക് മടങ്ങിയപ്പോ അള്ളാഹുങ്ങളെ തൗബാനെ സ്വീകരിച്ചു. ഇതാണ് മഹാന്മാർ. ഇവിടെ ഈ ഒരു ഉസ്താദിന് വേഷം കെട്ടി നടക്കുന്ന ഈ പുരോഹിതൻ ചെന്നു കൊടുക്കരുത്. എന്തിന്? മഹാന്മാരിലേക്ക് മടങ്ങുന്നുണ്ടാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മഹാന്മാർ എന്തായിരുന്നു? അല്ലാഹുവിലേക്കാണ് മടങ്ങിയത്. നിങ്ങൾ നോക്കണം. എന്നിട്ടും ഈ പുരോഹിതന്മാരുടെ പിറകിലാണ് ആളുമാർ കൂടുന്നത്. ഈ പുരോഹിതന്മാർ ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ പിന്നിലാണ്. നിങ്ങൾ ഈ റായത്തി മംഗലാപുരത്തല്ല ഒരു മനുഷ്യൻ, ഒരു ചക്കാപ്പീണ്ട് ചൊല്ലുന്ന ഒരു മനുഷ്യൻ ആളുമാരെ ഉംറക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ പണം എല്ലാം പിടുങ്ങിയിട്ട് മല്ല അവിടുന്ന് തടിമുങ്ങിയതായിരിക്കുന്ന സംഭവം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കേട്ടതാണ്. ഇത്രയെല്ലാം ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള പിശാചിന്റെ ആളുകളുടെ ഏജന്റുമാരുടെ പിന്നിലാണ് ആളുകൾ പിന്നെയും കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ജാഗ്രതയുള്ളവരാകണം, കാര്യബോധമുള്ളവരാകണം. പിശാചിന് വേണ്ടത് അള്ളാഹുവിന്റെ ഓർമ്മ ഇല്ലാണ്ടാക്കുക എന്നതാണ് ശൈത്താന് വേണ്ടത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങലാണ്, ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുക. അങ്ങനെ അവസാന നിമിഷം വരെ, മരണം വരെ
അള്ളാഹുവിൻ്റെ ദിക്റിലായി നമ്മുടെ നാവ് ഉണങ്ങാതെ ചണ്ടിയായി പച്ചയായി നിലനിർത്തുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദുനിയാവിലെ എല്ലാവിധ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നമുക്ക് നീങ്ങും. എല്ലാവിധത്തിലും മനസ്സിന് ശാന്തിയുണ്ടാകും, സമാധാനമുണ്ടാകും. നാളെ പരലോകത്തിൽ അവൻ്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ അള്ളാഹുവിൻ്റെ സംതൃപ്തി ലഭിക്കുക അത് കാരണമാകും. റബ്ബ് സുബ്ഹാനഹു വ തആല വസ്സാകിരീന അല്ലാഹ കസീറൻ വസ്സാകിറാത്ത് എന്ന് ഖുർആനിൽ ചൊന്ന ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഇമാമിനാ വ ഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, വീണ്ടും വീണ്ടും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണുണ്ടോ ഞാൻ വസിയത്ത് ചെയ്യാൻ. അള്ളാഹുവിൻ്റെ ഓർമ്മ, അള്ളാഹുവിൻ്റെ സ്മരണ അത് ഏത് സമയത്തും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും അത് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് അത് തന്നെയായിരിക്കണം. അള്ളാഹുവിൻ്റെ സ്മരണയാണ്. അല്ല എങ്കിൽ ജീവനില്ലാത്തതുപോലെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചൊന്നില്ലേ, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുർ കമസലിൽ ഹയ്യി വൽ മയ്യിതി. അല്ലാഹുവിനെ ഓർക്കുന്നവനും ഓർക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനെ പോലെ. അള്ളാഹുവിനെ ഓർക്കുന്നവൻ അവൻ എപ്പോഴും ജീവസ്സുള്ളവനാണ്. അള്ളാഹുവിനെ ഓർക്കാത്തവൻ അവൻ ജീവിച്ചിട്ട് കാര്യമില്ല, മരിച്ചവനെ പോലെയാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അല്ലേ, വലിയ സലഫി പണ്ഡിതനാണ്. ഒരുപാട് ഇസ്ലാമിന് ഗ്രന്ഥങ്ങൾ എഴുതിയതാണ്. അത്ര വലിയ ഒരു പണ്ഡിതനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. അദ്ദേഹം സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ ഇങ്ങനെ കുറേ നേരം അയാളിങ്ങനെ ദയിക്കും. അള്ളാഹുവിനെ ദിക്റുണ്ട്. പ്രത്യേകിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പാട്ടിയ ദിക്റാണത്. 100 വട്ടം ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ ചൊല്ലിയാൽ എത്ര പ്രതിഫലമാണ് അള്ളാഹിൻ്റെ റസൂൽ ചെന്നത്. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം, 100 ഹസനാത്തുകൾ അള്ളാഹു എഴുതി വെக்கிறവനുകോ, 100 സയ്യാത്തുകൾ അള്ളാഹു തആല മായ്ച്ചു കളയറ്. അതുക്കെല്ലാം പുറമെ അണ്ടത്തെ നാള് ശൈത്താനിൻ്റെ ഒരു ദുർബോധനം, ശൈത്താൻ അവർക്ക് ഇടപെടുകൊണ്ടുള്ള ഒരു അവസരം ഉണ്ടാവില്ല ഇത് ചൊന്നാൽ. അത്ര വലുതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം തുടങ്ങി ദിക്ർ. അപ്പോൾ ശൈഖുൽ ഇസ്ലാമിൻ്റെ അടുത്ത് കേൾക്കറല്ല, നിങ്ങൾ ഇത്ര നേരം ഇങ്ങനെ വെച്ചിട്ട് എന്താക്കരുത്, ഇങ്ങനെ ദിക്ർ എടുത്തോണ്ടിരിക്കരുതല്ല. അപ്പോൾ അത് അയാൾ ചൊല്ലരുത്, ഹാദിഹി ഖദ്വത്തി, ഇന്നെൻ്റെ ഫുഡായിട്ട് ദിക്ർ, നിൻ്റെ ശരീരത്തിലെ ഫുഡ്, നിന്റെ ശരീരത്തിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദിക്റുണ്ട് ചൊല്ലരുത്. അല്ലാഹുവിന്റെ ദിക്റുണ്ട് ചൊല്ലരുത്. നിന്റെ ശരീരത്തിന് അത് ലഞ്ച് ആയിട്ട് ഈ ദിക്റുണ്ട് ചൊല്ലരുത്. നിന്റെ ശരീരത്തിന് അത് ഡിന്നർ ആയിട്ട് എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാ അവർക്ക് ഉത്തരം കൊടുത്തതാണ്. ലൗലമ്മ തഖദ്ദ ഹദൽ ഖിദാ ലസഖതത് ഖുവതി. ഈ ഭക്ഷണം, അള്ളാഹുവിൻ്റെ സ്മരണ, അള്ളാഹുവിൻ്റെ ദിക്റാകുന്ന ഈ ഭക്ഷണം നിന്റെ തടിക്കെത്തില്ല എങ്കിൽ നിന്റെ ഖുവത്തെല്ലാം പോയിത്ത്, നിന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു പോയിത്ത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ചെമ്മോണ്ട് പറയണമെങ്കിൽ കുറഞ്ഞ സമയത്തിൽ തീർക്കേണ്ട കാര്യമല്ല. ധാരാളമായിട്ട് അള്ളാഹുർക്ക് അതിന് വേണ്ടിയാണല്ലോ നിസ്കാരം. 5 നേരത്തെ നിസ്കാരം എന്ത് കാണാം? ഇതേ അള്ളാഹുവിൻ്റെ സ്മരണയാണ്. വാഖിമിസ് സ്വലാത്ത ലിദിക്രി,
അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക. ഏതവസ്ഥയിലും എത്ര വലിയ പ്രയാസങ്ങൾ നമുക്കുണ്ടായാലും അള്ളാഹുവിലേക്ക് മുന്നിടുക. അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം പ്രദാനം ചെയ്യും. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് യശസ്, വിജയം അവിടെയാണ് അള്ളാഹു ചൊല്ലുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടൊരു ഒരാൾ ജോലിയില്ലാണ്ട് അങ്ങനെ വളരെ പ്രയാസത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് ഹലാലായ ഖൈറായ ഏറ്റവും ഉന്നതമായ നല്ല ഒരു ജോലി അള്ളാഹു തആല അദ്ദേഹത്തിന് എത്രയും വേഗത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് പേര് ജയിലുകളിൽ ബന്ധിതരായി കഴിഞ്ഞുകൂടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു തആല അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, അവരെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. എത്രയോ പേർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ ഈ ദൈക്കരാളുമാരിൽ തന്നെ എത്രയോ പേര്, അവരുടെ കുടുംബത്തിൽ എത്രയോ പേര് പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങൾ പൂർണ്ണമായ നിലക്ക് ഷഫിയാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ ദഅവത്തിൻ്റെ വിഷയത്തിൽ ഇന്ന് കലക്ഷനുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരണത്തിന് പ്രബോധനത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യരുതായിട്ട് ആ സംഭാവനയെ പൂർണ്ണമായ പ്രതിഫലം നൽകിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ലോകത്ത് അവൻ്റെ മീസാനിൽ ഏറ്റവും ഉയർന്ന ഭാരം തൂങ്ങുന്ന അമലുകളിൽ അല്ലാഹു തആല അതിനെ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.